ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1661 ദിവസമായ ഇന്ന് 2025 ഡിസംബർ മാസം 1 തീയതി തിങ്കളാഴ്ച, 1201 ആണ്ട് വൃശ്ചിക മാസം 15 തീയതി. ഗുരുവചനങ്ങളിലൂടെ വാദത്തിനു വേണ്ടി വാദിക്കരുത്, സംശയ നിവർത്തിക്കും തത്വപ്രകാശനത്തിനും വേണ്ടി വാദിക്കാം. തൻ്റെ അഭിപ്രായമാണ് ഏറ്റവും വലിയ സത്യമെന്നുറപ്പിച്ചു പറയുന്നത് കേവലം അഹന്തയാലാണ്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ വിദൂര സാദൃശ്യങ്ങൾ എന്ന് വിവരിക്കുന്നതിൻ്റെ 24 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ ലേഖകൻ അന്നൊരു ജന്തുശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു. ഡിഗ്രി പരീക്ഷ എഴുതി കഴിഞ്ഞതേയുള്ളൂ. പരീക്ഷ കഴിഞ്ഞുള്ള മധ്യവേനൽ അവധിക്കാലത്ത് ഈ ലേഖകൻ ഗുരുവിൻ്റെ സൗധത്തിൽ എത്താനിടയായി. എന്തെങ്കിലും സാത്വിക വിഷയങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുക പതിവാണ്. അപ്രാവശ്യം ജന്തുശാസ്ത്രം തന്നെയായിരുന്നു ചർച്ചാ വിഷയം. ഗുരു ചോദിച്ചു, ആ സായിപ്പ് എന്താണ് പറയുന്നത്? ഡാർവിനെയും അദ്ദേഹത്തിൻ്റെ പരിണാമവാദത്തെയുമാണ് ഗുരു ഉദ്ദേശിച്ചത്. ഗുരു തുടർന്നു, കുരങ്ങ് മനുഷ്യനാകാറുണ്ടോ? ഈ ലേഖകൻ പറഞ്ഞു, സിദ്ധാന്തത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഏതെങ്കിലും കുരങ്ങ് മനുഷ്യനായി മാറുന്നത് കാട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗുരു തുടർന്നു, വളരെ പതുക്കെയാണത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞേക്കാം. ഘടികാരത്തിലെ സൂചി തിരിയുന്നത് കാണാൻ സാധിക്കാത്തതുപോലെ. സംഭാഷണം ജന്തുജീവിതത്തിലെ മറ്റൊരു പ്രതിഭാസത്തിലേക്ക് തിരിഞ്ഞു. ഈ ലേഖകൻ മുനിഞണ്ടിൻ്റെ കാര്യം പറഞ്ഞു. തത്തയ്ക്കയുടെ തോടിനുള്ളിലെ മാംസം തുരന്നെടുത്ത് കളഞ്ഞിട്ട് തൻ്റെ വയറ് അതിനുള്ളിലേക്ക് തള്ളിക്കയറ്റി വച്ചിട്ട് സുരക്ഷിതമായി അത് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഗുരുവിന് വിശദീകരിച്ചു കൊടുത്തു. ഒരു മുനിയെപ്പോലെ കഴിയുന്ന അത് ആപത്തിൻ്റെ ലക്ഷണം കണ്ടാൽ തോടിനുള്ളിലേക്ക് വലിഞ്ഞു കളയും. മുനിഞണ്ടിൻ്റെ തനി രൂപം അതാണെന്ന് കരുതിയാൽ എന്താണ്? അതിന് ആ രൂപം കിട്ടിയത് എങ്ങനെയെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഗുരു ചോദിച്ചു. ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ വസ്തുതകളെ വസ്തുതകളായി തന്നെ കാണണം. ദൃശ്യപ്രപഞ്ചത്തിന് ചേരുന്ന രീതിയിൽ വസ്തുനിഷ്ഠമായാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ് ടി.